ഷെമിയെ അക്സെപ്റ്റ് ചെയ്യാൻ, ഷെമിയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാര്യം ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ല എനിക്കാണ്. എൻ്റെ ഉമ്മ, ബാക്കിയുള്ള സഹോദരൻ, എൻ്റെ മോൻ, എൻ്റെ ജ്യേഷ്ഠത്തി, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അഫാനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ അഫാന്റെ പിതാവ് റഹീമാണ്. കാരണം ഞാൻ എപ്പോഴും ഓർക്കും അയാൾ എത്ര നിസ്സഹായനാണെന്ന്. അയാൾ വർഷങ്ങളായിട്ട് ഗൾഫിൽ പണിയെടുക്കായിരുന്നു, എല്ലാം മുറിയെ പണിയെടുക്കുക. 7 വർഷമായി വീട്ടിലോട്ട് വന്നിട്ട്. അത് മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളി പണിയെടുത്തത്. എന്നാൽ സമൂഹത്തിന്റെ മുമ്പിൽ മാത്രമല്ല, ബന്ധുക്കളുടെ മുമ്പിൽ പോലും അയാൾ ഒന്നുമല്ലാത്തവനെ പോലെ ആക്കി കളഞ്ഞു, ഒരു നിസാരക്കാരനാക്കി കളഞ്ഞു ഈ അഫാൻ എന്ന് പറയുന്ന ഈ താന്തോന്നിയുടെ പെരുമാറ്റം കൊണ്ട്. സ്വന്തം ഭാര്യയാണ് അയാളെ ചതിച്ചത്. ഇതിന് ചതിയെന്നല്ലാതെ എന്താണ് പറയാ? അർഫാടെ ജീവിതത്തിന് വേണ്ടി കണ്ണി കണ്ടവരോടൊക്കെ പണവും മേടിച്ച് അർഫാടെ ജീവിതം നയിച്ചു. അഫാന്റെ ഗേൾഫ്രണ്ടിനോട് വരെ പണം കടം മേടിച്ചിരുന്നു. പലപ്പോഴും അവളുടെ സ്വർണം മേടിച്ച് പണയം വെച്ചിരുന്നു. അതൊക്കെ ഈ റഹീം എന്ന് പറയുന്ന അഫാന്റെ അപ്പനാണ് വീട്ടിൽ കൊടുത്തതൊക്കെ. പല ഇന്റർവ്യൂവിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ഇതൊക്കെ ചെയ്ത് തോന്നിവാസം ജീവിച്ച മകൻ ഈ അഫാൻ ഇപ്പൊ നല്ലവനാണ് പോലും. അവനെ മിടുക്കനാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല. പിന്നെ അവൻ എന്തായിരുന്നു കാട്ടിക്കൂട്ടിയത്? ഒരു ചുറ്റിയെ മേടിച്ചിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തല്ലേ അവൻ ചെയ്തത്. എന്നിട്ട് നീ ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കണം, ഈ പൊന്നുമോനെ ഇപ്പൊ എല്ലാവരും എടുത്തിട്ടങ്ങ് പുണ്യാളനാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ പുണ്യാളനാക്കാൻ ശ്രമിക്കുന്നവര് അവനെ കൊണ്ട് രൂപക്കൂടും പണിത് അവനെ അതിനെ അകത്തിരുത്തി കുറെ മെഴുകുതിരി മേടിച്ച്, ചന്ദനത്തിരിയെങ്കിൽ ചന്ദനത്തിരി, മെഴുകുതിരിയെങ്കിൽ മെഴുകുതിരി, നിലവിളക്ക് കത്തിരിയെങ്കിൽ നിലവിളക്ക് കത്തിക്ക്, എന്താണെന്ന് ചെയ്ത് അങ്ങനെ രൂപക്കൂട്ടിലിരുത്ത്. നല്ല പൊന്നുമോനാണല്ലോ പറയുന്നേ. അനീഷ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു കമന്റാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ എന്തിനാണെന്ന് വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെ തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇങ്ങനെ വരുവാണ്. അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം. ശരിയാണെന്നും പറയും, തെറ്റാണെന്നും പറയും എന്ന് പറയുന്ന പോലെ ഇപ്പം അഫാനെ ഉമ്മാനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേര് രംഗത്തിറങ്ങിയൊക്കെയാണ്. അവരുടെ കണ്ണിൽ അഫാൻ ഒരു തെറ്റുകാരനല്ല. അവർ പറയുന്നത് എന്താ, അവൻ്റെ ആ സമയത്തെ ഒരു ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയ ഒരു വൈരാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയ ഒരു ഇറിറ്റേഷൻ കൊണ്ട് അവൻ ചെയ്തു പോയതാണ്. അവൻ ചെയ്തത് എന്താ, കല്ലെടുത്ത് വീക്കോ, അല്ലെങ്കിൽ കോഴി പറമ്പിൽ കയറുമ്പോൾ ആൾക്കാർ കല്ലെടുത്ത് ആട്ടി ഓടിക്കത്തില്ലേ, കൃഷിയിടത്തിലൊക്കെ കയറുമ്പോൾ പട്ടിയൊക്കെ വരുമ്പോൾ കല്ലെടുത്ത് ഓടി, അതുപോലത്തെ ഒരു പ്രവൃത്തി അവൻ ചെയ്തത് അല്ല. എങ്കിൽ ചെറിയ കുട്ടികളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പറയും, മോനെ നിന്റെ അറിവില്ലായ്മ നീ ചെയ്തതാ, ഇപ്പോഴത്തേക്കും ക്ഷമിച്ചിരിക്കുക, ഇനി അങ്ങനെ ആവർത്തിക്കരുതെന്ന് നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെയാണോ ഇത്? എന്നിട്ട് ഇപ്പം അവരെ ഇരുന്ന് ന്യായീകരിക്കുക. നിങ്ങൾക്ക് നാണാവില്ല ഇങ്ങനെ ന്യായീകരിക്കാൻ? ഒരു പരിധിയില്ല ഇങ്ങനെയൊക്കെ ന്യായീകരണത്തിന്. ഇപ്പം അവൻ പോലീസ് സ്റ്റേഷൻ നല്ലവെള്ള ചമയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കിട്ടുന്ന ശിക്ഷാവധിയിലൊക്കെ ഇളവ് കിട്ടുമെന്ന് ഓർത്ത്. അവന് ശിക്ഷാവധിയിൽ ഇളവ് കിട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവൻ്റെ അനിയൻ അവനെക്കാട്ടിൽ 8 വയസ്സിൻ്റെ എളുപ്പമുണ്ട് ഏകദേശം. ആ ചെറിയ കുഞ്ഞിനോട് പോലും ഒരു കാരുണ്യമോ ഒരു ദാക്ഷിണ്യമോ ചെയ്യാതെയാണ് അവൻ ആ ക്രൂരത ചെയ്തത്. കാമുകിനെ വിളിച്ചിട്ട് അവളെ തീർത്തു. ആ പെണ്ണെന്ത് തെറ്റ് ചെയ്തു? 4 വയസ്സുള്ള ആ കൊച്ചൊക്കെ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളിന്ന് ന്യായീകരിക്കുന്ന എന്തിനാ? ഇപ്പൊ നിങ്ങളുടെ ഈ ന്യായീകരിച്ച് ഇവനെ പുറത്തിറക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഇവനെ പുറത്തിറക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനുണ്ടോ? നിങ്ങൾക്ക് വൈരാഗ്യമുള്ള ആരെങ്കിലും തീർക്കാനുണ്ടോ? നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണോ ഇവനെ ന്യായീകരിച്ച് ഇവനെ പുറത്തു വിടണം, അവനെ ഒത്തിരി ശിക്ഷയൊന്നും കൊടുക്കരുതെന്ന് നിങ്ങൾ ഈ പറയുന്നത്? ഈ ലത്തീഫ് എന്ന് പറയുന്ന ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഭാര്യയുടെ മക്കളെ നിങ്ങൾ എന്താ ഓർക്കാത്തേ? അവർക്ക് എന്താ അപ്പനും അമ്മയെ നഷ്ടപ്പെട്ടതൊന്നൊരു വേദനയല്ലേ? ആ വയസ്സായ ഉമ്മച്ചി എന്ത് പിഴച്ചു? അത് കാണുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സലിവ് തോന്നുന്നില്ലേ? ആ തീർന്നോര് തീർന്നോട്ടെ എന്നാണോ നിങ്ങളുടെ വിചാരം? ഒരു തെറ്റും ചെയ്യാതെയല്ലേ അവരൊക്കെ ഈ ലോകത്തുനിന്ന് പോയത് ഇവന്റെ ഭ്രാന്ത് കാരണം? അങ്ങനെ ഇങ്ങനെയൊക്കെ കമന്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഞങ്ങളെന്ന് അറിയുമ്പോൾ തെറ്റ് ചെയ്യാൻ ആൾക്കും മടിയില്ലാതാവും. നിങ്ങളെപ്പോലുള്ളവർ ഈ തരം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടുമ്പോൾ ഇത് വായിക്കുന്ന മറ്റ് ജനങ്ങൾക്ക് തോന്നുന്നത് എന്താ, ഞാൻ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ 10 പേരെങ്കിലും വരുമെന്ന് ചിന്തിക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം ഗ്രീഷ്മയെക്കുറിച്ച് കൈമൽ ഭാഷ പറഞ്ഞ എന്താണ്, ഗ്രീഷ്മയുടെ അപക്വമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ആ ഷാരോൺ ഇല്ലാതായത്. എന്താണ് ഈ അപക്വമായ പ്രവർത്തനം? ഇവിടെ എത്ര വട്ടം ആ ചെറുക്കനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു? അവള് യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തു. അത് അപക്വതയാ? ഹാ കൊള്ളാലോ. കഷായത്തിൽ കൊടുത്തു, അവള് ജ്യൂസിൽ കൊടുത്തു, കാപ്പിയിൽ ചായയിൽ ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചു അവള്. അതൊക്കെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തയെ അത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കും അതൊക്കെ? ഈ അഫാനൊക്കെ ഈ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ നാട്ടുകാർക്ക് എന്താ ഗുണം? വെച്ച് നിങ്ങളൊരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സാധാരണ സംഘടന ഒന്നും ആയിരിക്കില്ല, അതുപോലെ തീവ്രവാദ സംഘടനയൊക്കെ ആയിരിക്കും നിങ്ങളുടേതൊക്കെ. ഓരോ ജില്ലയിലും ഇതുപോലത്തെ ഉള്ള ഓരോ അഫാൻ ഉണ്ടെങ്കിലത്തെ കാര്യം ഓർത്ത് നോക്കി. അവനെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരും ഉണ്ടെങ്കിൽ കേരളം തന്നെ ഇല്ലാതായി പോകത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അനീഷ് വ്ലോഗിൽ വന്ന ആ കമന്റ് ഒന്ന് ഞാൻ വായിക്കാം. ഈ കമന്റ് ഇട്ട ആള് ലുട്ടാപ്പി എന്ന് പറയുന്ന ഐഡിയിലുള്ള ഒരാളാട്ടോ കമന്റ് ഇട്ടേക്കണേ. അഫാൻ പാവം, അന്നത്തെ ദേഷ്യത്തിന് മാനസിക ഡിപ്രഷൻ കാരണം ചെയ്തതാവും, അല്ലാതെ ഒരു പാറ്റയെ പോലും കൊല്ലാത്ത ആളാണ്
അയൽക്കാരും പേരൻസും പറയുന്നു. അവനെ കൊള്ളപ്പലിശക്കാരെ ശല്യം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാവും. അവന് കൗൺസിൽ കൊടുത്ത് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് പുറത്തു വിട്ടാൽ ഇനി മുതൽ നന്നായിക്കൊള്ളും. അവന് ചെയ്ത കുറ്റബോധം തന്നെ ഓർത്ത് നീറി അവൻ കഴിയേണ്ടി വരും. അത് തന്നെ ഒരു ശിക്ഷയല്ലേ കൂട്ടരെ. ഇനിയെങ്കിലും അവനെയും അവൻ്റെ ഉമ്മയെയും വെറുതെ വിട്. അഫാനെ വെച്ച് നല്ലോണം ക്യാഷ് ഉണ്ടാക്കി തിന്നുന്ന യൂട്യൂബേഴ്സ്, അതായത് ഈ യൂട്യൂബർമാരാണ് അഫാനെ ഈ തരത്തിലാക്കിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവനെ ഇത്തരത്തിലാക്കിയത് ഷെമിയാണ്, അതാരും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്, അവനെ ഇത്തരത്തിലാക്കിയത് ഷെമിയാണ്, സത്യസന്ധമായ കാര്യമാണ്. ഒരമ്മ മകനെ എങ്ങനെ ശീലിപ്പിക്കണമായിരുന്നു. ഒരു മകൻ തെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ശിക്ഷിക്കണമായിരുന്നു. അത് നീ ചെയ്യുന്നത് ശരിയല്ലടാ എന്ന് പറഞ്ഞ് ഉപദേശിക്കണമായിരുന്നു. അതിൽ ഷെമി എന്ന് പറയുന്ന അമ്മ പരാജയപ്പെട്ടു പോയി, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം മകനാണേലും അങ്ങോട്ട് പറഞ്ഞ അമ്മയെ തിരുത്തായിരുന്നു, അതും നടന്നില്ല. മകൻ ഇച്ചിരി 10-21 വയസ്സുള്ള ചെക്കനല്ലേ, അമ്മ ഇത്രയും ദൂർത്തൊന്നും വേണ്ട, നമ്മുടെ വരുമാനം ഇത്രയൊക്കെ ഉള്ളൂ, അപ്പം നമ്മുടെ ചിലവ് ഇത്ര കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തൊക്കെയല്ലേ കുടുംബജീവിതമൊക്കെ എല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പോലും അറിയാതെ ദൂർത്തടിച്ച് കിട്ടുന്നത് മൊത്തം തിന്നു കുടിച്ച് സുഖിച്ച് ജീവിച്ചിട്ട് ഇപ്പം നിങ്ങൾ പറയുകയാണ്, ഇവനെ ന്യായീകരിക്കാൻ വരുവാണ്, അവൻ ചെയ്തതൊന്നും കുറ്റമല്ല, അവന് കൗൺസിലിംഗ് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വിടാൻ. എന്തിന്? അവൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. അവൻ ആ ഇളയ കുഞ്ഞിനെ കൂടെ തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ തളർന്നുപോയി, അവന് കൂടുതൽ കാര്യം ചെയ്യാതെ പറ്റാതെ ആയിപ്പോയി. അതുകൊണ്ടാണ്, ഇല്ലായിരുന്നെങ്കിൽ ആ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ അവൻ തീർത്തേനെ. അപ്പോൾ 5 അല്ല, അതിൽ കൂടുതൽ നിന്നേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവനെ റിജക്ട് ചെയ്ത പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചിരുന്നു. അവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കും എന്നുള്ളതിൽ എന്താ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആ തരത്തിലാണ് ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി. നല്ലവനായ ഉണ്ണി, അവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്നാന്ന് ഓർത്ത് നോക്കിയത്, ക്രൂര മൃഗം. ഇപ്പം അനീഷ് വ്ലോഗിലാണെങ്കിൽ അവരൊരിത് പറയുന്നുണ്ട്, ഗ്രീഷ്മേനെയും ഇവനെയും കൂടെ കെട്ടിച്ചു വിടണമെന്ന്. എൻ്റെ പൊന്നെ വേണ്ട, കാട്ടാള കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകാൻ പോണേ, കാട്ടാള കുഞ്ഞുങ്ങൾ. കേരളം മുടിയാൻ പിന്നെ അത് മാത്രം മതി. എന്തായാലും അഫാന് വേണ്ടിയിട്ട് മുറയിടുന്നവരെ ശ്രദ്ധിക്കുക, അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മുറയിടുന്നവരെ ഇവരെന്ത് ലക്ഷ്യം വെച്ച് ഇത് ചെയ്യുന്നതെന്നൊന്നും ഒരു പിടിയില്ല. അവന് കൗൺസിലിംഗ് കൊടുത്ത് പുറത്തോട്ട് ഇറക്ക്, ഗ്രീഷ്മേനെ കൗൺസിലിംഗ് കൊടുത്ത് പുറത്തോട്ട് ഇറക്ക്, ഇതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തവരെയൊക്കെ കൗൺസിലിംഗ് കൊടുത്ത് പുറത്തോട്ട് ഇറക്ക്. എന്നിട്ട് എന്തിനാ ഇവിടെ ഇവരെന്ത് രൂപീകരിക്കാനാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതോ പടലയോടെ കത്തിക്കാനാണോ, തീടാനാണോ പ്ലാൻ നിങ്ങളുടെ? സാധാരണ ജനങ്ങൾക്കാണ് ഇവർക്ക് കൊടുത്ത ശിക്ഷ മതിയായിട്ടില്ല, പോരാന്നാ പറയുന്നത്. ഇപ്പൊ ഗ്രീഷ്മയൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകാനിരിക്കുക, എന്ത് ശിക്ഷയ്ക്കൊക്കെ ഇനി ഇളവ് കിട്ടാൻ. ഇവനും അത് കാത്തിരിക്കുക, എന്ത് കൊലക്കയറൊന്നും കിട്ടത്തൊന്നുമില്ല, അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഞാൻ മേടിച്ചെടുക്കും, എനിക്ക് ഈസി ആയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച അഫാന്റെ പ്ലാൻ. പൊതുജനങ്ങൾ പറഞ്ഞാൽ ഇവരെ തൂക്കി അങ്ങ് കൊന്നെങ്കിൽ ഇവരെ ഇങ്ങോട്ട് പുറത്തോട്ടേ വിടരുതാന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. നമ്മൾ കാശ് നമ്മുടെ ആവശ്യത്തിന് മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം അവർ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ കാശ് മൊത്തം കടം വാങ്ങി നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് തിന്നു കുടിച്ച് ലാവിഷാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത്. അല്ലാതെ ഒരു കുടുംബം പോറ്റാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ വേണ്ടിയിട്ട് കടമെടുത്ത് കടക്കണി വന്നവരെ ഒരു സംഭവമല്ല നിങ്ങളുടെ. നിങ്ങളുടെ ദൂരത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചെലവാക്കിയത്. എന്നിട്ട് അവർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനില്ലാതായ ഉടനെ അവരെ അങ്ങ് ഇല്ലാണ്ടാക്കുക, സുഖമായില്ലേ, പിന്നെ ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ലല്ലോ. ഇതൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധി തെളിയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവനെ പോലുള്ളവരെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഗതി എന്താവണം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.